വി എസ് സനോജ് ഉണ്ട് എനിക്കിപ്പം വാർത്തകൾ വിശകലനം ചെയ്യാൻ. വി എസ് സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. വലിയ ആശങ്കകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യമല്ലേ വി എസ് സനോജ്? ഒന്ന് ഇവിടുത്തെ ഒരു വലിയ ദുരന്തം, അതിനപ്പുറം മറ്റൊരിടത്ത് ഒരു യുദ്ധത്തിലേക്ക് എത്തുന്ന രീതിയിൽ രണ്ട് രാജ്യങ്ങൾ മുഖാമുഖം നിൽക്കുന്നു. എങ്ങനെയാണ് പത്രവാർത്തകളൊക്കെ? തീർച്ചയായും, അതായത് ലോകം മുഴുവൻ ഇപ്പോൾ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഇറാനിലെ ആക്രമണം, അല്ലെങ്കിൽ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലരായ രണ്ട് ലോകത്തിലെ ശക്തികൾ എന്ന് പറയാവുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിൻ്റെ മുനമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത് മറ്റൊന്ന് ആണവ ശക്തിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി കൂടെ അവിടെ നിലനിൽക്കുന്നു. കാരണം നമുക്കറിയാവുന്നതുപോലെ കുറേ മാസങ്ങളായി പുകയുന്ന ഒരു സംഘർഷമാണ്. ഇന്ന് മനോരമ പറയുന്നുണ്ട്, മധ്യപൂർവ്വ ദേശത്ത് അശാന്തി പടർത്തിക്കൊണ്ട് ഇറാനിൽ ഇസ്രായേലിൻ്റെ ആക്രമണമെന്ന്. കാരണം പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് ഒന്ന്, ഇതിൻ്റെ ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇറാൻ്റെ ഇതിൻ്റെ ശാക്തികമായ മുന്നൊരുക്കങ്ങൾ, ഇത് ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഇത് പ്രൊക്യൂർ ചെയ്യുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ നേരത്തെ തന്നെ അമേരിക്ക അടക്കം അല്ലെങ്കിൽ ഇസ്രായേൽ അടക്കം ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യം നിലനിന്നിരുന്നു കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രകോപനം അല്ലെങ്കിൽ അതൊരു എക്സ്പ്ലോസീവായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഏതായാലും ഇന്നത്തെ ലോകത്തെ മാധ്യമങ്ങൾ മുഴുവൻ, ഇന്നിപ്പോൾ രാവിലെ നമ്മൾ അൽ ജസീറയും BBC എല്ലാം കാണുന്ന സമയത്ത് എല്ലാം ഇതിനെക്കുറിച്ചുള്ളൊരു വലിയ ആശങ്കയാണ്. അതിൻ്റെ മറ്റൊരു കാരണം, ഈ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട 6 ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചു എന്നുള്ളത് ആണ് അതിനകത്ത് ഏറ്റവും പ്രസക്തം. അത് തന്നെ സൂചിപ്പിക്കുന്നത്, അതുപോലെ തന്നെ 6 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 6 or 7 പ്രധാനപ്പെട്ട ഈ യുറേനിയം അവർ പ്രൊക്യൂർ ചെയ്യുന്ന മേഖലകളിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപനങ്ങൾക്ക് നേരെ അതിൻ്റെ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ വലിയ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. മറ്റൊന്ന്, ലോകം മുഴുവൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യ ഒപ്പം ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എണ്ണവില അടക്കം വലിയ രീതിയിലേക്ക് നമുക്കറിയാവുന്നതുപോലെ ഈ എണ്ണവില ഉയരും. കാരണം ആ രീതിയിലേക്കുള്ള എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് നമുക്കറിയാം. ഏതായാലും മനോരമ അടക്കം എല്ലാ പത്രങ്ങളും ഇത് തന്നെയാണ്. ഇറാനെ ആക്രമിച്ച വാർത്ത അതിന് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ മലയാള മാധ്യമങ്ങളെല്ലാം പത്രങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു. കാരണം അത് നമുക്ക് കാണാം. കാരണം ഇറാനെ ആക്രമിച്ച് ഇസ്രായേൽ മറ്റൊന്ന് 78 മിനിറ്റ് 200 പോർ വിമാനങ്ങൾ 100 കേന്ദ്രങ്ങൾ എന്നാണ്. ഒപ്പം ഈ എയർ ഇന്ത്യയുടെ ഈ വ്യോമപാതയിലൂടെയുള്ള എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രസക്തമായൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഇറാൻ മണ്ണിൽ മൊസാദിന്, അതായത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിന് അവിടെയുള്ള ഹൈഡ് ഔട്ടുകൾ, ഒപ്പം അവരെങ്ങനെയാണ് ഓരോ കൃത്യമായ ആളുകളെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് വധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്, ഇസ്മായിൽ ഹാനിയെ വധിച്ച കാര്യം അറിയാവുന്നതാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പത്രങ്ങൾ വളരെ വിശദമായി തന്നെ എഴുതിയിരിക്കുന്നു. ഒപ്പം ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഗുജറാത്തിലെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളുണ്ട്. പക്ഷേ ഏതായാലും ലോകത്തെ മാധ്യമങ്ങൾ മുഴുവൻ ഇസ്രായേൽ സംഘർഷം തന്നെയാണ്. യുദ്ധക്കനൽ ഇന്ന് മനോരമ ഉൾപേജിൽ വളരെ വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. ഓരോ പത്രങ്ങളുടെയും തലക്കെട്ടുകൾ വളരെ പ്രത്യേകമായി എടുത്ത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇറാനെ ആക്രമിച്ചു എന്ന് മാധ്യമം കൊടുക്കുന്നു. ഒപ്പം ഇസ്രായേൽ കടന്നാക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാൻ എന്നാണ് ദേശാഭിമാനിയുടെ വാർത്ത. അതിനുശേഷം നടന്ന ആക്രമണത്തിൻ്റെ അപ്ഡേറ്റ് ഏതായാലും അതിനകത്തില്ല. സയനിസ്റ്റ് ഭീകരത എന്നാണ് ചന്ദ്രിക എഴുതിയിരിക്കുന്നത്. ഒപ്പം ഇറാനെ ആക്രമിച്ച് ഇസ്രായേൽ എന്നുള്ള സുപ്രഭാതത്തിൻ്റെ തലക്കെട്ടുണ്ട്. ആകാശ യുദ്ധം എന്ന് വീക്ഷണം എഴുതിയിരിക്കുന്നു. യുദ്ധഭീതി എന്ന് സിറാജ് എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ ഓരോ തലക്കെട്ടുകളും നോക്കുകയായിരുന്നു. കാരണം ഓരോ പത്രങ്ങളും എങ്ങനെയാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. ജന്മഭൂമി ഈ വാർത്ത അത്ര വലിയ പ്രാധാന്യത്തിലല്ല കൊടുത്തിരിക്കുന്നത്. അവർ അതിൻ്റെ 1ാം പേജിൽ തന്നെയുണ്ട്. പക്ഷേ ചെറിയ ഒരു 8 കോളത്തിലാണെങ്കിൽ പോലും ഏറ്റവും അടിയിലാണ് ഇറാനിൽ ഇസ്രായേൽ ആക്രമണം എന്നുള്ള വാർത്ത നൽകിയിരിക്കുന്നത്. ഓരോ തലക്കെട്ടുകളും ഇപ്പോൾ കേരള കൗമുദി യുദ്ധമേഘം എന്നാണ് ഇറാനെ വിറപ്പിച്ച് ഇസ്രായേൽ എന്ന് കൊടുത്തിരിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പല ആംഗിളുകളിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് കൊടുത്തിരിക്കുന്നു. കരുതലോടെ ഇറാൻ എന്ന് മാതൃഭൂമി ഉൾപേജിൽ, ഇസ്രായേലിൻ്റെ ഗർജനം എന്ന് ഉൾപേജിലുണ്ട്. ഒപ്പം സൈനിക ശേഷി സംബന്ധിച്ചുള്ള ഒരു വാർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഗ്നി പരീക്ഷ കൂടിയാണ് എന്ന് മാതൃഭൂമി പറയുന്നു. കാരണം രണ്ടുപേരും വലിയ ബലാബലമുള്ള വലിയ ആയുധശേഖരമുള്ള രണ്ട് രാജ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും ശക്തമായ രീതിയിലേക്കുള്ള സൈനിക നടപടികൾക്ക് സജ്ജമായ തരത്തിലേക്കും ഒപ്പം തന്നെ അതിൻ്റെ ചാരസംഘടനയുടെ വ്യാപ്തിയുമുള്ള ഇസ്രായേൽ. ഏതായാലും
പശ്ചിമേഷ്യ പുകയുന്നു, ലോകം ഇനി എന്തു ചെയ്യും, ഒപ്പം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും, ഇത്തരത്തിൽ വളരെ വിശദമായി തന്നെ ഏതായാലും ഈ വാർത്തകളിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വാണിജ്യപരമായിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും. ആടിയുലഞ്ഞ് വിപണി, എണ്ണ വിപണി കുതിക്കുന്നുവെന്ന് മാതൃഭൂമിയിലുണ്ട്. ഇറാന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം കാരണം ഇത് രൂപയ്ക്ക് തിരിച്ചടി, സ്വർണ്ണവില ഇടിച്ചു കയറുന്നു, എണ്ണവില സ്വാഭാവികമായിട്ടും വലിയ രീതിയിലേക്ക് മാറ്റം വരും. ഇത് ലോകത്തെ പലതരത്തിലുള്ള ഒരു ക്രൈസിസിലേക്ക് പോകും എന്ന് ഏതായാലും പത്രങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഒപ്പം ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് വന്നാലും പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഇത് തന്നെയാണ്. പക്ഷേ ഒപ്പം ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുവിനെയും സംബന്ധിച്ചിടത്തോളം വാർത്തകൾ രണ്ടും, അതായത് ഗുജറാത്തിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടും ഒപ്പം ഈ വാർത്തയും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മറ്റൊന്ന് അവിടുത്തെ കൂടുതൽ റിപ്പോർട്ടേഴ്സ് അവിടെ ആ മേഖലയിലേക്ക് ചെല്ലും തോറും അവിടെ നിന്നുള്ള മറ്റു വാർത്തകൾ, കാരണം അവിടുത്തെ ജനങ്ങൾക്ക് എത്ര കണ്ട് ഡെവാസ്റ്റേറ്റ് ചെയ്തു, അവിടുത്തെ കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ, ആശുപത്രികളിലെ കാഴ്ചകൾ, ഇത്തരം വാർത്തകളിലേക്ക് കൂടി ഏതായാലും ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം എല്ലാവരും പോയിരിക്കുന്നു. മറ്റു വാർത്തകൾ സത്യത്തിൽ നേരത്തെ സീതു പറഞ്ഞ പോലെയാണ്. അതായത് ഈ രണ്ട് വലിയ വാർത്തകളുടെ ബഹളത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പ്രാധാന്യത്തിൽ നിന്ന് ഏതായാലും മലയാളി ഉൾപ്പെടെ അല്ലെങ്കിൽ കേരളത്തിലെ പത്രങ്ങളടക്കം മാറിപ്പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊന്നും അല്ലാത്ത ചില വാർത്തകൾ കൂടെ പറയാം. കാരണം അസമിൽ ഒരു ഡുബ്രി എന്ന് പറയുന്ന അസമിലെ മേഖലയിൽ ഒരു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കേരളത്തിലെ മറ്റ് പത്രങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളം ചാനലുകളടക്കം ഒന്നും തന്നെ കാര്യമായിട്ട് കവർ ചെയ്തിട്ടില്ല. അത് ഇന്ന് ഹിന്ദു ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു. അവിടെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. സ്കൈഫാൾ ഇൻ അഹമ്മദാബാദ് എന്ന് പറഞ്ഞ ഹിന്ദുവിൻ്റെ നടുപേജിൽ ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായി തന്നെ വിമാനാപകടത്തിൻ്റെ ബാക്കി പത്രം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് ഇതല്ലാത്ത ചില കാര്യങ്ങൾ കൂടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ്. കാരണം ലോകകപ്പിന് സമാനമായ തരത്തിലേക്കുള്ള ഒരു ക്ലബ്ബ് ഫുട്ബോളിൻ്റെ ഒരു ഫിഫയുടെ പുതിയൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു ഫിഫയുടെ ക്ലബ്ബ് ലോകകപ്പ് എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റ് വരാൻ പോകുന്നതിൻ്റെ അത് സംബന്ധിച്ച വാർത്തയ്ക്ക് ഏതായാലും വലിയ പ്രാധാന്യത്തിൽ സ്പോർട്സ് പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം നമ്മളെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞൊരു വാർത്ത കൂടിയുണ്ട്. നമ്മുടെ വിമാനാപകടത്തിൽ മരിച്ച, നമ്മൾക്കെല്ലാം ഒരുപാട് വേദന ഉണ്ടാക്കിയ രജിതയെക്കുറിച്ച് വളരെ അധിക്ഷേപകരമായി പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ സസ്പെൻഷനിലായതും ഒപ്പം പിരിച്ചുവിടലിന് ശുപാർശ വന്നു എന്നുള്ള പവിത്രൻ എന്ന് പറയുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ അങ്ങേയറ്റം നീചമായ തരത്തിലേക്കുള്ളൊരു പ്രസ്താവന നടത്തിയ ആ വാർത്തയുണ്ട്. ആ വാർത്തയ്ക്ക് അതിൻ്റേതായൊരു, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഉണ്ടെന്ന് പറയുന്നു. മറ്റൊന്ന്, ഹൃദയാഘാതത്തെ തുടർന്ന് കരീഷ്മ കപൂറിൻ്റെ മുൻ ഭർത്താവ് മരിച്ചത്. അത് ആ മരണത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് അബദ്ധത്തിൽ തേനീച്ച വായ്ക്കുള്ളിൽ പെട്ടിട്ട് അതിനുശേഷം ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് മരണം സംഭവിച്ചു എന്നുള്ളൊരു വാർത്ത. അങ്ങനെ പലതരം വാർത്തകളുള്ള ദിവസം പലതരത്തിലേക്കുള്ള വാർത്തകൾ മുന്നോട്ട് പോകുന്നു. കാരണം ഇറാനിൽ എന്ത് സംഭവിക്കും, ഇസ്രായേലിൻ്റെ നടപടികൾ ഇനി എന്തായിരിക്കും, ലോകം എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു. ഇപ്പോൾ ട്രംപിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് നരേന്ദ്രമോദി അടക്കം സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് പോകുന്നു. ഏതായാലും ഒരു വലിയ ദുരന്തത്തിൻ്റെ മുഖത്ത് രാജ്യം നിന്ന് കഴിഞ്ഞ ഒരു സമയങ്ങൾക്ക് ശേഷം ലോകം മറ്റൊരു വലിയ ഭീതിയുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം മഴക്കെടുതി സംബന്ധിച്ച കാര്യങ്ങളുണ്ട്, നമുക്ക് ഇലക്ഷനെ സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട്. വരും മണിക്കൂറുകൾ ഇറാനും ഇസ്രായേലും തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് എനിക്ക് തോന്നുന്നു. സേതു.